ഹിന്ദുവിന് ആരുണ്ട് സംസാരിക്കാൻ? അവർക്ക് സഭയുണ്ട്. ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച് അവർ പറഞ്ഞ് തർക്കം തീർന്നു, അവർ കൊടുത്തു. നിങ്ങൾക്ക് ആരുണ്ടെന്ന് കരുണാകരൻ തന്നെ ചോദിക്കുകയാണ്. കേരള മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ തന്നെ. അന്നാണ് ഹിന്ദുവിൽ വീണ്ടും ഒരു അവേക്കനിങ് ഉണ്ടായത്. VS ആ ഒരു പിടിയിൽ വീണില്ല. പിടി വീണില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം നിരന്തരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ VS-ന് ശേഷം വർഗീയതയ്ക്ക് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. കഷ്ണമാക്കി പാകിസ്ഥാനെ അപ്പുറത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ലീഗിനെ ഇതിനകത്ത് വളർത്തരുത് എന്ന് നെഹ്റുവിന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നെഹ്റു ഇത് ചത്ത കുതിരയാണ്, ഫിനിഷ്ഡ്, ഇതിനെ കളഞ്ഞേക്ക്, ഇനി നമ്മൾ ഇതിനകത്ത് തൊടണ്ട. അവിടുത്തെ മുസ്ലിങ്ങൾ ഒരു കാലത്തും ക്രൂരത കാണിച്ചിട്ടുമില്ല. പക്ഷേ അതൊരു ഭയം ജനിപ്പിക്കാനുള്ളൊരു ഉപകരണമായി മാറിയില്ലേ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. മുസ്ലിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. സെക്കുലാരിസം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ആണിക്കല്ലെന്ന് പറയുന്നത് നമ്മൾ ഒരു മതത്തിനെയും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതല്ലേ. അല്ല, കോൺഗ്രസ് നേതൃത്വം എപ്പോഴും പറയുന്നത് അവർ സെക്കുലർ ആണ്. ആണെങ്കിൽ എന്തുകൊണ്ട് അവർ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയില്ല? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ വർഗീയതയുടെ നവോത്ഥാനമോ? രാഷ്ട്രീയത്തിലെ വർഗീയത നമ്മുടെ കേരളത്തെ ഭ്രാന്താലയമാക്കുന്നു. പരിശോധിക്കാം നമുക്ക്. നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് വർഗീയത ഇപ്പോൾ നടമാടുന്നു എന്ന വിമർശനം നാനാപാട് നിന്നും ഉയരുന്നുണ്ട്. എന്താണ് ഇതിന് കാരണമെന്നാണ് അങ്ങ് കരുതുന്നത്? ആരാണ് ഇതിന് കാരണമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ഇതിൻ്റെ പ്രധാന കാരണം ഇലക്ട്രൽ പൊളിറ്റിക്സ് തന്നെയാണ്. രാഷ്ട്രീയത്തിൽ വർഗീയത കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സോഫ്റ്റായിട്ട് കൊണ്ടുവരിക, ആരും അറിയാതെ കൊണ്ടുവരിക, കോടതി പോലും ഇത് ശ്രദ്ധിക്കാതെ കൊണ്ടുവരിക. അപ്പോൾ അത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വോട്ടായി മാറുക. അപ്പോൾ അതാണ് അതിൻ്റെ രഹസ്യം. അപ്പോൾ ഈ വർഗീയത എന്ന ഇര കൊളുത്തിയിട്ട് ചൂണ്ടയിടുക, അതിൽ പെട്ടെന്ന് എല്ലാവരും കൊത്തും എന്നുള്ള ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടമാടുന്നത്. ഏറ്റവും ടേസ്റ്റുള്ള ഇരയാണല്ലോ ഈ വർഗീയത എന്ന് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് മനുഷ്യനെ എത്രയും പെട്ടെന്ന് തീ പിടിപ്പിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് ഈ വർഗീയത എന്ന് പറയുന്നത്. ഇത് മറ്റൊന്നിനും ഇത്രയും തീവ്രത കാണില്ല. അപ്പോൾ അത്രയ്ക്ക് പെട്ടെന്നത് കാരണം ഇത് നമ്മളെ ദൈവവുമായി ബന്ധപ്പെട്ടും നമ്മുടെ ആചാരവുമായി ബന്ധപ്പെട്ടും നമ്മുടെ കുടുംബത്തിലെ ആ ഒരു ബന്ധവുമായി ബന്ധപ്പെട്ടും എല്ലാം കിടക്കുന്നത് കൊണ്ട് ഇതിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്പാർക്ക് ഉണ്ടാകുന്നു. ആ സ്പാർക്കിനെ വോട്ടാക്കി മാറ്റാൻ എളുപ്പമാണ്. നിൻ്റെ ആ ഒരു ബന്ധത്തെ തൊട്ടു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ ഈ വർഗീയതയുടെ ആശാൻ ഇന്ത്യയിൽ തന്നെ വർഗീയതയുടെ ആശാൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരനായ മെൻറ്റോ ആണ്, ലോർഡ് മെൻറ്റോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം നമ്മൾ. അദ്ദേഹമാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക്, ഈ വോട്ടിംഗ് സമ്പ്രദായത്തിലേക്ക് ഒക്കെ, സ്ഥാനാർത്ഥിയിലേക്ക് ഒക്കെ ഈ വർഗീയത കൊണ്ടുവന്നതിൻ്റെ ആശാൻ അദ്ദേഹമാണ്. ഓക്കെ. അദ്ദേഹമാണ് ഈ ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ യഥാർത്ഥ ശില്പി. അതിന് മുമ്പ് ബ്രിട്ടീഷുകാർ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിലും അതൊരു കലയായിട്ട് എടുത്ത ആളാണ് ഈ മെൻറ്റോ. ഓക്കെ. ലോർഡ് മെൻറ്റോ 1905 മുതൽ 1910 വരെ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം നടപ്പിലാക്കിയതാണ് ഈ മുസ്ലിങ്ങൾക്ക് പ്രത്യേക വോട്ടർ പട്ടിക, ഇലക്ട്രൽ സിസ്റ്റം ഉണ്ടാക്കി. എന്നിട്ട് അതിനകത്ത് പ്രത്യേക വോട്ടർ പട്ടികയും അവർക്ക് പ്രത്യേക റിസർവേഷൻ. ഇതാണ് ആദ്യത്തെ. ഇതിനു മുമ്പും പല വിധത്തിൽ വർഗീയത ഇന്ത്യയിൽ കളിച്ചിട്ടുണ്ട്. മുഗൾ രാജാക്കന്മാരുടെ ഭരണവും അതിനു മുമ്പും ഒക്കെ പല വിധത്തിൽ വർഗീയതയും മതം മാറ്റവും സ്പർദ്ധയും പിന്നെ ഒന്നിച്ചേരലും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഈ ഇലക്ഷനിലൂടെ അല്ലെങ്കിൽ ഒരു മോഡേൺ കൺസെപ്റ്റിലൂടെ രാഷ്ട്രം പിടിച്ചടക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഭരണം പിടിച്ചടക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ വർഗീയതയെ കൊണ്ടുവന്നതിൻ്റെ ആശാൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് കമ്മ്യൂണലിസം എന്ന് വിളിക്കാം ലോർഡ് മെൻറ്റോയെ. ഓക്കെ. അദ്ദേഹമാണിത് ശാസ്ത്രീയമായിട്ട് ഇത് കൊണ്ടുവന്ന് 1909 നടപ്പിലാക്കിയത്. അതിൻ്റെ ഇഫക്റ്റീവ്നെസ് കണ്ടു എന്നവർക്കെല്ലാം ബോധ്യപ്പെടുകയും പിന്നീട് അത് ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടാകും. അത് പിന്നെ തുടർച്ചയായിട്ട് അങ്ങനെ ഉപയോഗിക്കായിരുന്നല്ലോ. ഇതാണ് ഇന്ത്യയുടെ വിഭജനത്തിന് തന്നെ കാരണം. അതെ. ഇതിൻ്റെ വിഭജനത്തിൻ്റെ അടിത്തറ ഈ മെൻറ്റോയുടെ ഈ സിസ്റ്റമാണ്. അത് അപ്പം ഇത് വന്നപ്പോൾ ദേശീയതയിൽ ഊന്നി നിന്നിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പതറിപ്പോയി. അതെ, അതുവരെ ഇന്ത്യക്കാരായി നിന്നവർ എല്ലാം മുസ്ലിം ഒരു സൈഡ്, ഹിന്ദു വേറെ സൈഡ്, ഇങ്ങനെയായി മാറിയതോടുകൂടി ദേശീയത എങ്ങനെ വീണ്ടും കൊണ്ടുവരണമെന്ന് അറിയാൻ പറ്റാത്ത വിധത്തിൽ ഒരു പ്രശ്നം ഈ കോൺഗ്രസിനിടയിൽ വന്നു. അപ്പോഴാണ് അവർ കുറേശ്ശെ ഈ മൃദു മുസ്ലിം പ്രീണനം തുടങ്ങിയത്.
നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയത്. കാരണം ഇതിങ്ങനെ ആയി പോകാൻ പാടില്ലല്ലോ, ഓക്കെ. തെറ്റിപ്പിരിഞ്ഞ് പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു തെറ്റിപ്പിരിഞ്ഞ് പോകരുത്, അതിനോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിന്റെ movement-നെ മുഖ്യധാരയിൽ ദുർബലപ്പെടുത്തരുത്. നിൽക്കണം. അതുകൊണ്ടാണ് പിന്നീട് ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ ഗാന്ധിജിയൊക്കെ കൂടെ ചേർന്ന് കൊണ്ടുവന്ന് ഇവരെ വീണ്ടും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചപ്പോഴും ഇത് സംഭവിച്ചെന്താണ്, ഇതിൻ്റെ ഡബിൾ ഫോഴ്സിൽ ഇതെല്ലാം വർഗീയതയ്ക്കുള്ള വിത്തായി മാറുകയാണ് ഇത്. ഓക്കെ. അന്ന് ഭൂരിഭാഗവും ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നല്ലോ. അതെ. അപ്പോൾ ഇസ്ലാം മത വിശ്വാസികൾ കുറവായിരുന്നു. അപ്പോൾ അവരെ ഒരു കാരണവശാലും ആക്രമിക്കരുത്, തള്ളിക്കളയരുത്, അവരെ ഒപ്പം നിർത്തണം, അവഗണിക്കരുത്, സൈഡ് ലൈൻ ചെയ്യരുത്. അപ്പോൾ ആ മുസ്ലിം നേതാക്കളും അന്ന് നമ്മളോടൊപ്പം ആ രീതി, ഈവൻ ജിന്ന പോലും ആദ്യകാലങ്ങളിൽ അത്ര ഒരു വർഗീയ വിഷം ചീറ്റുന്ന ആളായിരുന്നില്ല. വളരെ ലിബറലായിട്ട്, നാസ്തികനായിട്ട്, മുസ്ലിം മതവിശ്വാസ ആചാരങ്ങളൊന്നും അദ്ദേഹത്തിന് യാതൊരു ഇതും ഇല്ലായിരുന്ന ആളാണ്. പക്ഷേ ഈ ഇഞ്ചക്ഷൻ കുറേശ്ശെയായിട്ട് അദ്ദേഹത്തിൽ പിന്നെ പല മാറ്റങ്ങളുണ്ടാക്കി, പല മുസ്ലിം നേതാക്കളിലും മാറ്റങ്ങളുണ്ടാക്കി. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം ആ രീതിയിൽ അവർ വളർത്തിക്കൊണ്ടുവന്നു. അത് കുറേശ്ശെ വിഭജനത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നതിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ രണ്ടായേ പറ്റൂ എന്ന് ജിന്ന കറക്റ്റായിട്ടൊരു സ്റ്റാൻഡ് എടുത്തു. ആ സ്റ്റാൻഡിനുള്ള കാരണം അന്ന് മുതലേ തുടങ്ങിയ ഈ പോളറൈസേഷൻ വർക്കാണ്. ഓക്കെ. ഇത് അപ്പോൾ അന്ന് മുതലേ ഗാന്ധിജി ഉൾപ്പെടെ നെഹ്റു ഉൾപ്പെടെയുള്ളവരൊരു മുസ്ലിം പ്രീണന നയം നടപ്പിലാക്കിയിരുന്നു. അത് വളരെ പോസിറ്റീവായ ഉദ്ദേശത്തോടെയാണ് നടപ്പിലാക്കിയതെങ്കിലും ഇത് പിന്നീട് ഒരു ശീലമായി. ഓക്കെ. ഇത് പിന്നെ ഇങ്ങനെ വളരെ കാലമായി തുടർന്നു വന്നു. വിഭജനത്തോടുകൂടി ഈവൻ നെഹ്റു ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായി ഗാന്ധിജി വിട്ടുവീഴ്ചയില്ലായിരുന്നു, നമ്മൾ ഒന്നിച്ച് തന്നെ പോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പോയിരുന്നത്. അതിന് യാതൊരു മാറ്റവും അദ്ദേഹം വരുത്തിയിരുന്നില്ല. ഒരുപക്ഷെ ആ ഓവർ പ്രീണനം കൊണ്ടായിരിക്കാം ഗാന്ധിവധം നടന്നത് എന്നുവരെ നമുക്കിന്ന് അറിയാമല്ലോ. അങ്ങനെ ഗോഡ്സെയുടെ മനസ്സിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഗോഡ്സെ അത് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ഈ ആൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഹിന്ദുവിന് ഇവിടെ രക്ഷയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ ആ ഗോഡ്സെയുടെ ഗാന്ധിവധത്തിൻ്റെ പിന്നിലും ഇത്തരം ആ പ്രീണന നയങ്ങളും പ്രീണന രീതികളും അമിതമായ പ്രോത്സാഹനവും ഒക്കെ ഉണ്ടായി. അത് ഹിന്ദുമതത്തെ അടിച്ച് തോൽപ്പിക്കാൻ വരെയാണെന്ന് അവർ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ അന്ന് അത്രയേറെ ഉണ്ടായിരുന്നോ ഹിന്ദുമതത്തിന്? ഏതെങ്കിലും തരത്തിലുള്ള പാർശ്വവൽക്കരണം നേരിട്ടിരുന്നു അന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അടിച്ചമർത്തൽ നേരിട്ടിരുന്നു അന്ന്? പിന്നെ ഇല്ലല്ലോ, എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ ഈ ഡിവിഷൻ വന്നപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇതിനു മുമ്പ് തന്നെ എത്രയോ മുമ്പുണ്ടായിരുന്നു. നമുക്കിപ്പം മുഗൾ ഭരണകാലം മുതലേ ഈ ഒരു പ്രോസസ് ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ സ്വാതന്ത്ര്യ സമരം ഈ റിസർവേഷൻ വന്നതോടുകൂടി ഓരോ റീജിയണുകൾ പ്രത്യേകമായിട്ട് ഓരോരുത്തരുടെ ഭരണത്തിൻ്റെ കീഴിലേക്ക് ആകുന്നു. ഇപ്പോൾ ബംഗാൾ എന്ന് പറയുന്നത് ഏതാണ്ട് ബംഗ്ലാദേശ് ആകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അന്നത്തെ പാകിസ്ഥാൻ്റെ രീതിയിലേക്ക് പോയി. അതുപോലെ തന്നെ ഇന്ന് പാകിസ്ഥാനായിരിക്കുന്ന ആ സിന്ധ് ഏരിയ മുഴുവൻ അത് മുസ്ലിം പ്രോമിനൻസ് ഏരിയ ആയിട്ട് മാറി. ഇങ്ങനെ ഹൈദരാബാദ്, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും, കാശ്മീർ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ആ മുസ്ലിം പ്രോമിനൻസ് ഉള്ള സ്ഥലങ്ങളിൽ അവർക്ക് വിട്ടുകൊടുക്കണം എന്നായിരുന്നു ഈ വിഭജന കാലത്തെ ബ്രിട്ടീഷുകാരുടെ വാദം. ഇങ്ങനെ അപ്പോൾ ഇന്ത്യയെ ഒരു 10-100 ചിഹ്ന ഭിന്നമാക്കാമെങ്കിൽ അങ്ങനെ, 350 ആക്കാമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ 4-5 രാജ്യങ്ങളാക്കാമെങ്കിൽ അങ്ങനെ, ഇങ്ങനെ ചിഹ്ന ഭിന്നമാക്കിയിട്ട് പോകണമെന്നായിരുന്നു അവരുടെ ആക്കല. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വിഷയമാണ് ഇത്. ഞാൻ മുറിക്കുകയല്ല, ഈ വിഷയം ഇടയ്ക്ക് കയറി ഇടപെടുകയല്ല. അന്ന് പണ്ട് അവർ നമ്മുടെ നാട്ടിലേക്ക് ഇൻവേഷൻ നടത്തി കടന്നു വരുമ്പോൾ ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടേത്. GDP ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളതുമായിരുന്നു. അതിനെ കൊള്ളയടിച്ച് നാമാവശേഷമാക്കി പോകുന്ന സമയത്ത് ചിഹ്ന ഭിന്നമാക്കാനുള്ള വിത്തും പാകിയിട്ട് പോകുന്ന ബ്രിട്ടീഷുകാർ. തീർച്ചയായിട്ടും അവർക്കിത് പല പീസുകളായാലേ ഇത് അവരുടെ കയ്യിൽ നിൽക്കുകയുള്ളൂ. ഇപ്പോഴും അതിനാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന് പകരം ബ്രിട്ടൻ വീക്കായപ്പം അമേരിക്ക ഇത് ചെയ്യുന്നു. പണ്ട് ബ്രിട്ടനാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ബ്രിട്ടൻ തകർന്ന് നാശമായി, അവർക്ക് ഇതിനൊന്നുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഇത് അമേരിക്ക ഏറ്റെടുത്തു. ഇന്ത്യയെ എങ്ങനെ കഷ്ണമാക്കാം, ഈ 2 കഷ്ണത്തെ 4 ആക്കാൻ പറ്റുമോ, 4നെ ഇനി കൂടുതലാക്കാൻ പറ്റുമോ, കാശ്മീരിനെ പ്രത്യേകമാക്കാൻ പറ്റുമോ, ഖാലിസ്ഥാനെ ഒരെണ്ണം ഇവിടെ വേറെ ഉണ്ടാക്കാൻ പറ്റുമോ, തമിഴ് പുലികൾ വന്നപ്പോൾ അത് വേറെ ഉണ്ടാക്കാൻ പറ്റുമോ, ഗൂർഖാലാൻഡ് വേറെ ഉണ്ടാക്കാൻ പറ്റുമോ, ഇങ്ങനെ ഓരോരോ വികാരങ്ങൾ കൊണ്ടുവന്നതിനെ ഒരു വിധത്തിലാണ് ഇന്ത്യൻ നേതൃത്വം പിടിച്ചു നിർത്തിയത്. ഓക്കെ. അല്ല, നമ്മളിപ്പോൾ കേരളത്തിലെ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് പോകണം, ഒപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്കും ഒക്കെ തന്നെ പോകേണ്ടതുണ്ട്. ഒരു ഗ്ലിംസ് എന്നിട്ട് നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ളത് നമുക്ക് ആ വിഷയങ്ങളെ പരാമർശിക്കാതെ നമുക്ക് പോകാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ പാർട്ടീഷൻ, പാർട്ടീഷനോട് കൂടി പിന്നെ ഈ ഡിവൈഡ് വളരെയധികം കൂടുകയാണ് ഇത്. അതെ. അത്
അത് കഴിഞ്ഞും ശരിക്കും പറഞ്ഞാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർ മുസ്ലിം ലീഗ് ചത്ത കുതിരയെന്നാണ് പറഞ്ഞിരുന്നത്. മുസ്ലിം ലീഗിനെ ഒരു കാരണവശാലും അടുപ്പിച്ചിരുന്നില്ല. കാരണം അന്ന് എനിക്ക് തോന്നുന്നു അന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നത് ഒരു സെപ്പറേറ്റ് രാജ്യം എന്നുള്ള ആ ഒരു ആവശ്യത്തിനൊപ്പം നിന്നവരാണല്ലോ. അതെ, അത് മാത്രമല്ല, പിന്നീടും ഇത് ഈ വിധത്തിൽ വളർന്നു വരാൻ പാടില്ല. വീണ്ടും ഇപ്പം നമ്മൾ വിഭജിച്ചു, കഷ്ണമാക്കി പാകിസ്ഥാനെ അപ്പുറത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ലീഗിനെ ഇതിനകത്ത് വളർത്തരുത് എന്ന് നെഹ്റുവിന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നെഹ്റു ഇത് ചത്ത കുതിരയാണ്, ഫിനിഷ്ഡ്, ഇതിനെ കളഞ്ഞേക്ക്, ഇനി നമ്മളിതിനകത്ത് തൊടണ്ട എന്ന് പറഞ്ഞിട്ടത്. അത് കേരളത്തിലും അങ്ങനെയായിരുന്നു. പിന്നെ എങ്ങനെയാണ് അന്ന് 1957 വരെ 57 കാലഘട്ടത്തിൽ പോലും ചത്ത കുതിരയായിരുന്ന മുസ്ലിം ലീഗിനെ ഇന്ന് എങ്ങനെ സതീശന് പ്രീണനത്തിൻ്റെ ഭാഗമായി അത് നല്ല കുതിരയായത് എങ്ങനെ? അല്ല, ഞാൻ ചോദിക്കുമ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത്. എനിക്കൊന്ന് അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ഈ പ്രീണന നയം അല്ലെങ്കിൽ ഈ വർഗീയമായിട്ടുള്ള വിലപേശലുകൾക്ക് തുടക്കം കുറിച്ചത് മുസ്ലിം ലീഗുകാരാണ് എന്നാണോ? അല്ല, തീർച്ചയായിട്ടും. 2 രാഷ്ട്രം വേണമെന്ന് പറയുമ്പോൾ തന്നെ പോയില്ലേ? ഓക്കെ, അത് പഴയ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത്തരം എലിമെന്റ്സ് വരുമോ എന്ന് നെഹ്റു ഭയന്നിട്ടുണ്ടാവണം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇത് ചത്ത കുതിരയാണ്, ഇത് തീർന്നു, ഇനി ഇതിനെ തുടരുത് എന്ന് ഈ കോൺഗ്രസ്സുകാരോട് തന്നെ പറഞ്ഞത്. അല്ല സാർ, ഞാൻ ചോദിച്ചോട്ടെ. അപ്പോൾ അന്ന് ഓക്കെ, അവർ 2 ദുരാഷ്ട്രവാദത്തിന് വേണ്ടി നിലകൊണ്ടവർ ആണ്. ഓക്കെ, അത് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്തൽ നടത്തിയവരല്ലേ അവർ? ഇന്ത്യയിലുള്ളവർ അങ്ങനെയാണെന്നാണ് വെപ്പ്. പക്ഷേ അത് പിന്നീട് സ്ലോലി അത് വീണ്ടും മാറുകയാണല്ലോ. രൂപം മാറി ഇത് വീണ്ടും അത്തരത്തിലുള്ള ഒരു ഏകീകരണ ഒരു ധ്രുവീകരണത്തിലേക്ക് പോവുകയും വോട്ടർമാർ ആ രീതിയിൽ ചിന്തിപ്പിക്കുന്ന വിധത്തിൽ അവർ വീണ്ടും തുടരുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പോളറൈസേഷൻ ഓരോ സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പോൾ എവിടെയൊക്കെ മുസ്ലിം ഡോമിനൻസ് ഉണ്ടോ അവിടെ മുസ്ലിമെ ജയിക്കുകയുള്ളൂ എന്നുള്ളൊരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ല, ഇതിപ്പോൾ നമ്മൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് എടുത്ത് നോക്കണം. ഇപ്പം സജി ചെറിയാൻ പറഞ്ഞത് തെറ്റായിരിക്കാം, പക്ഷേ ഇത് പറയാതിരുന്നാൽ എന്ത് ചെയ്യും? അല്ല, ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ നമ്മളിപ്പോൾ ഓക്കെ ഉള്ള മുസ്ലിങ്ങൾ എല്ലാവരും ഈ വർഗീയവാദികളാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്? അങ്ങനെ ഒരിക്കലും ഇല്ലല്ലോ, ഒരിക്കലും അല്ല. ഇത് ഒരു ചെറിയ ഒരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരാണ് ഇതിനു വേണ്ടി നിൽക്കുന്നത്. പാലിൽ ഒരു തുള്ളി വിഷം, അതല്ലേ ഉള്ളൂ. പക്ഷേ ആ ഒരു തുള്ളി വിഷം മതി ഈ പാലിനെ മൊത്തം മലീമസമാക്കാൻ. പക്ഷെ ഇത് മനസ്സിലാക്കണ്ടേ, ഈ പാല് വിൽക്കുന്നവൻ അല്ലെങ്കിൽ പാല് ശേഖരിക്കുന്നവൻ മനസ്സിലാക്കണ്ടേ. ആ ഒരു തുള്ളിയല്ലേ അവിടെ കിടക്കുന്നുള്ളൂ, ബാക്കി മുഴുവൻ ഞങ്ങൾ നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം? ലീഗ് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന അതാണ്. ചില എലിമെന്റ്സ് ഇതിനകത്ത് കാണും, അതിന് നിങ്ങൾ ഇത്ര കിടന്ന് പിടയ്ക്കുന്ന എന്തിന് എന്ന് പറഞ്ഞാൽ ഈ ചില എലിമെന്റ്സ് മതി ഈ പാല് മുഴുവൻ വിഷപ്പാലാക്കാൻ. അപ്പോൾ ഇത് മുലപ്പാൽ വിഷപ്പാലാവാൻ അധികം സമയം വേണ്ട. ഇത് ബോധപൂർവം ചിലരിതിനെ താലോലിച്ചും കൊടുക്കുകയാണ് ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട്. വോട്ട് നേടാനായിട്ട്. അപ്പോൾ ആ താലോലിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ വളർന്ന് കുറേശ്ശെയായിട്ട് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 57-ൽ കോൺഗ്രസ്സിന് ലീഗ് എന്ന് പറയുന്നത് ചത്തകുതിരയായിരുന്നു. CPM-ന് ആരും തൊടാൻ പാടില്ലാത്തൊരു സാധനമായിരുന്നു. പക്ഷേ 67 EMS തൊട്ടു, CPM തൊട്ടു. 69-ൽ സെപ്പറേറ്റ് ജില്ല കൊടുത്തു. സെപ്പറേറ്റ് ജില്ല കൊടുക്കുന്നതിലൊന്നും പ്രശ്നമില്ല, ജില്ല കൊടുക്കാം. ഇപ്പം എന്താ ചെയ്ത്, കോഴിക്കോട് ജില്ലയെ 2ആക്കി നമുക്ക് വേണമെങ്കിൽ വിഭജിക്കാമായിരുന്നു. പാലക്കാട് ജില്ലയെ 2ആയിട്ട് വേണമെങ്കിൽ വിഭജിക്കാമായിരുന്നു, ജനസംഖ്യ വർധനമോ അല്ലെങ്കിൽ കൂടുതലോ. അതിന് പകരം എന്താ ചെയ്തേ, മുസ്ലിം ഡോമിനൻസ് ഉള്ള പാലക്കാട്ടെയും കോഴിക്കോട്ടെയും പ്രദേശങ്ങൾ ചേർത്തുകൊണ്ടൊരു മുസ്ലിം ജില്ല പോലെ ഉണ്ടാക്കി കൊടുത്തു. അതെന്തിനാണ് അങ്ങനെ ഉണ്ടാക്കിയത്? ആ ഉണ്ടാക്കിയതിൻ്റെ ഫലമാണ് പിന്നീട് വന്ന പല പ്രശ്നങ്ങളും ഉണ്ടായത്, അല്ലെങ്കിൽ പലരിലും സംശയവും അതൃപ്തിയും ഉണ്ടായത്. അവിടെയുള്ളവർ ക്രൂരന്മാരൊന്നുമല്ല, അവിടുത്തെ മുസ്ലിങ്ങൾ ഒരു കാലത്തും ക്രൂരത കാണിച്ചിട്ടുമില്ല. പക്ഷേ അതൊരു ഭയം ജനിപ്പിക്കാനുള്ളൊരു ഉപകരണമായി മാറിയില്ലേ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്, മുസ്ലിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ല, നമുക്കിപ്പോൾ കോഴിക്കോടിനെ 2 ജില്ലയായിട്ട് ഭാഗിച്ചുകൊണ്ട് എന്താ കുഴപ്പം? പാലക്കാടിനെ 2 ജില്ലയായിട്ട് നേരെ പകുത്തങ്ങ് വെച്ചിരുന്നാൽ മതിയായിരുന്നല്ലോ, ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. അപ്പം അതിന് പകരം ഇതിലും അതിലെയും തിരൂരും പിന്നെ പൊന്നാനിയും ഇങ്ങനത്തെ പ്രദേശങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട്, പെരിന്തൽമണ്ണ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ 2 ഇതിൽ നിന്നും എടുത്ത് ചേർത്തുകൊണ്ട്, താനൂര് ഒക്കെ ചേർത്തുകൊണ്ട് ഒരു പുതിയ ജില്ല ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആ ജില്ല ഉണ്ടാക്കിയപ്പോഴാണ് ആൾക്കാരിൽ സംശയം ജനിച്ചത്. ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ജില്ല വന്നു എന്നൊരു സംശയം സംശയം വരിക മാത്രമല്ല, അത് പിന്നീട് അത് ബലപ്പിക്കുന്ന വിധത്തിൽ പലപ്പോഴും അവിടുത്തെ പ്രകടനങ്ങൾ പോവുകയും ചെയ്തു. അവിടുന്ന് ഇപ്പോൾ പറയും, ഇന്നലെ ഞാൻ കേട്ടു
ഷാഫി ചാലിയത്തിൻ്റെ ഒരു പ്രസ്താവന ഞാൻ കേട്ടു. ഞങ്ങളുടെ അവിടുന്ന് തദ്ദേശ സ്വയംഭരണത്തിലേക്ക് ഒരു സ്ഥാപനത്തിലേക്ക് ഒരു അമ്മിണി ജയിച്ചിട്ടുണ്ട്, സൗദാമിനി ജയിച്ചിട്ടുണ്ട്, ഗായത്രി ജയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആരുടെയൊക്കെ പേരുകൾ പറയുന്നത് കേട്ടു. പക്ഷേ അതല്ല സത്യം. സജി ചെറിയാൻ പറഞ്ഞതിലൊരു സത്യമുണ്ട്. അവിടുന്ന് ജയിച്ച MLA-മാരുടെ എണ്ണം എടുത്ത് നോക്കൂ, പേരെടുത്ത് നോക്കൂ. പേരെങ്ങനെ പറയാൻ പാടില്ല, പേര് നോക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇത് ഈ യാഥാർത്ഥ്യങ്ങളെ ഇങ്ങനെ തട്ടി നോക്കുമ്പോൾ അത് വരുന്നില്ലേ എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. MP-മാരുടെ ഇന്ന് വരെയുള്ള MP-മാരുടെ കണക്കെടുത്ത് നോക്കൂ. എന്തിന് BJP അവിടെ ഒരു MP-യെ നിർത്തി? കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അബ്ദുൽ സലാമിനെ അവിടെ നിർത്തി അല്ലേ? നിന്നതിൽ ഈ കഴിഞ്ഞ തവണ നിന്ന് ഈ 2024 നിന്നതിൽ ഏറ്റവും പ്രഗത്ഭനായ മുസ്ലിം അദ്ദേഹമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആരെങ്കിലും വോട്ട് ചെയ്തു? അപ്പോൾ അവിടെ എന്താ കാണിക്കുന്നത്? അപ്പോൾ അവിടെയും അവർക്ക് പാർഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ അപ്പോൾ ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ അല്ല പലപ്പോഴും നോക്കുന്നത്, ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ മതത്തോടൊത്ത് നിൽക്കുന്നവരെയാണെന്നുള്ളത് അവിടെ ബോധ്യമാകല്ലേ ചെയ്യുന്നത്. ഓക്കെ, അതാണ് പ്രശ്നം. ഈ പ്രശ്നമാണ് പലപ്പോഴും വരുന്നത്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ ഇത്തരത്തിൽ ഒരു ആശങ്കയുടെ മുൾമുനയിലേക്ക് ഈ മുസ്ലിം സമുദായത്തെ കൊണ്ടുപോയി അവരെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്കില്ലേ? അവർക്കേ പങ്കുള്ളൂ. അതല്ലേ ഞാൻ പറഞ്ഞേ. ഇത് തുടക്കം വെച്ചത് 1969 മലപ്പുറം ജില്ല കൊടുത്ത് CPM ആണ്, EMS ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ ഉടനെ പിന്നെ കോൺഗ്രസ് ഇത് തൊടാതെ നിന്നതാണ്. പക്ഷേ കോൺഗ്രസിന് ലൈസൻസായി. നിങ്ങളിവിടെ കൊണ്ടുവന്നു, അവരെ മലപ്പുറത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്നു, സ്പീക്കറാക്കി, തൊപ്പി ഇല്ലാതെ സ്പീക്കറാക്കി, പിന്നെ തൊപ്പി വെച്ച സ്പീക്കറാക്കി. അത് ഇതൊക്കെ ഭയങ്കര ഇതായിരുന്നു. സ്പീക്കർ തൊപ്പി വെച്ചുകൊണ്ട് നിൽക്കാമോ? ഈ ലീഗിൻ്റെ മുസ്ലിമിൻ്റെ തൊപ്പി, എൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, അത് വെച്ചുകൊണ്ട് നിൽക്കാമോ എന്ന് ചോദിച്ചു. അത് ഊരണം എന്ന് പറഞ്ഞു. പിന്നെ വെച്ചുകൊണ്ട് നിൽക്കാമെന്നായി. ഇങ്ങനെ ഓരോ വിഷയങ്ങളിൽ ലിബറലൈസ് ചെയ്ത് ഇതൊക്കെ ഓരോ മതചിഹ്നങ്ങളും കാര്യങ്ങളുമായിട്ടാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സെക്കുലാരിസം ഭരണഘടനയിൽ എന്തുകൊണ്ട് ഉണ്ടായിട്ടും ഇതുവരെ നടപ്പിലാക്കിയില്ല കോൺഗ്രസ്? സെക്കുലാരിസം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ആണിക്കല്ലെന്ന് പറയുന്നത് നമ്മൾ ഒരു മതത്തിനെയും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതല്ലേ? അല്ല, കോൺഗ്രസ് നേതൃത്വം എപ്പോഴും പറയുന്നത് അവർ സെക്കുലർ ആണ്. ആണെങ്കിൽ എന്തുകൊണ്ട് അവർ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയില്ല? എന്തുകൊണ്ട് ആർട്ടിക്കിൾ 370 ആ ഒരു ചെറിയ പീരീഡ് കഴിഞ്ഞപ്പോഴത്ത് മാറ്റിയില്ല? അത് മുസ്ലിങ്ങൾക്ക് ദോഷമായി വരുമെന്ന് അവർ കരുതി. ഇതാണ് സോഫ്റ്റ് പ്രീണനം. ഈ സോഫ്റ്റ് പ്രീണനങ്ങൾ കുറേശ്ശെ കൊടുക്കുമ്പോഴാണ് ഇത് നമ്മുടെ മക്കളെ ആയാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെറുതായിട്ട് മുട്ടായിയെ കൊടുത്ത് തലോടി നിർത്തി കഴിഞ്ഞാൽ പിള്ളേർ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് മുട്ടായി കിട്ടണം, മറ്റവന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കിട്ടണം. കൊച്ചു പിള്ളേർ പറഞ്ഞു കേട്ടില്ലേ, ചേട്ടന് കൊടുക്കണ്ടേ, എനിക്ക് തന്നാൽ മതി, അവൻ വലുതായില്ലേ. ഇത് തന്നെയാണ് മറ്റേത് വലിയ വിഭാഗമല്ലേ ഹിന്ദുക്കൾ. അവർക്ക് കൊടുക്കുന്നതിന് ഞങ്ങൾ കൊച്ചു വിഭാഗം, ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങൾ വളരെ കുറവ്, ന്യൂനപക്ഷം. ഈ ന്യൂനപക്ഷ പ്രീണനം EMS എപ്പോഴും പറയും. ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ അപകടകരമാണ്. അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അദ്ദേഹം 69 അദ്ദേഹത്തിന് പറ്റിയ തെറ്റിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയതാണ്. ഇതിൽ രക്ഷപ്പെട്ടു നിന്ന കേരളത്തിലെ ഒരു പീരീഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ 70കളാണ്. 70കളിൽ ഭരിച്ചിരുന്ന അച്യുതമേനോനാണ്. അച്യുതമേനോൻ്റെ ഭരണത്തിൻ്റെ മികവാണ് ശരിക്കും പറഞ്ഞാൽ ആ പീരീഡിൽ ഒരു വർഗീയ ശക്തിയോ വർഗീയ ധ്രുവീകരണമോ നടക്കാതെ ഒരുവിധം കാര്യങ്ങളൊക്കെ മാന്യമായിട്ട് കേരളത്തിൽ പോയി. നമ്മുടെ ഏറ്റവും നല്ല ഭരണകാലം അതാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിനുശേഷം വീണ്ടും മാറി. ആന്റണി പോലും ചില കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന് അതിൻ്റെ വില കൊടുക്കേണ്ടി വന്നു എന്ന്, വലിയ വില കൊടുക്കേണ്ടി വന്നു. സമ്മർദ്ദം ചെലുത്തുന്നു ന്യൂനപക്ഷങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ബ്രാഹ്മണ സഭയുടെ യോഗത്തിൽ പോയി, അയ്യോ പാവങ്ങൾ ചിക്കിറ സഞ്ചിയും വെച്ച് എല്ലും തോലുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇത്രയും പാവപ്പെട്ട മനുഷ്യരുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു പോയി. അതിന് അദ്ദേഹത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ഓടേണ്ടി വന്നു. ഇത് കഴിഞ്ഞ് പിന്നെ 80 അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കേരള കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസ് ആദ്യം ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി വന്നതാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ രൂപം മാറി. പിന്നീട് KM മാണിയുടെ ഭാഗത്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ അതൊരു ക്രിസ്ത്യൻ പാർട്ടി തന്നെയായി. പേരിനൊരു കുറിപ്പോ ബാലകൃഷ്ണപിള്ള അവിടെ നിന്ന് ഓടി. പിന്നെ മെത്രാന്മാരും അവർക്ക് വേണ്ടി രംഗത്ത് വന്നു. മെത്രാന്മാർ വന്നു. ഇത് സഭയുടെ സാധനമാക്കി മാറ്റി. പിന്നെ മല പതിച്ചു കൊടുക്കുക, നാട് പതിച്ചു കൊടുക്കുക, ഈ രീതിയിലേക്ക് അത് പ്രീണനത്തിലേക്ക് പോയി. അപ്പോൾ ആ സമയത്തൊന്നും തന്നെ പക്ഷേ ഇത് ഒരു വർഗീയതയായി പറഞ്ഞു കേട്ടില്ലല്ലോ, അങ്ങനെ ഒരു വിമർശനം ഉയർന്നില്ലല്ലോ. അങ്ങനെ വരാത്തത് എന്തുകൊണ്ടാണ്? ഹിന്ദുവിൻ്റെ മനഃമനസ്കത കൊണ്ടാണ്. ഈ ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ ഏറ്റവും പഴക്കമുള്ള മതം, പിന്നെ അഹിംസയുടെ പാരമ്പര്യമായ മതം, പിന്നെ ഡൈവേഴ്സിറ്റി. ഈ എല്ലാവരും ഈ ബഹുസ്വരത എന്ന് പറയുന്നില്ല, ഈ ബഹുസ്വരത എവിടെ നിന്നാണ് വന്നത്? വേറെ ഒരു മതത്തിനും ബഹുസ്വരതയില്ല.
ആകെ ബഹുസ്വരതയുള്ളത് ഹിന്ദു മതത്തിന് മാത്രമാണ്. ഈ ഡൈവേഴ്സിറ്റി പറയുന്ന ഏക മതം ഹിന്ദു മതമാണ്. പ്രകൃതിയെ അമ്മയെന്നും പ്രകൃതിയെ ദൈവമെന്നും പ്രകൃതിയെ ഭൂമിദേവിയെന്നും പിന്നെ രാഷ്ട്രത്തെ ഭാരതമാതാവെന്നും ഒക്കെ വിളിക്കുന്ന ആരാണ്? ഹിന്ദു മാത്രമാണ്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ സാറേ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അതിന് വിശാലമായ മനസ്സുണ്ട്. ഓക്കെ, അങ്ങനെ വിശാലമായ മനസ്സുണ്ട്. പക്ഷെ അത് എക്സ്പ്ലോയിറ്റ് ചെയ്താൽ എന്ത് പറ്റും? അറബികളെ സ്വീകരിച്ചിട്ടുണ്ട്, മറ്റു പല മതസ്ഥരെയും സ്വീകരിച്ചു, അവർക്ക് സ്ഥലം കൊടുത്തു, അവർക്ക് എല്ലാ ജീവിത സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു. ഫിനീഷ്യൻസ്, ചൈനീസ്, ബാബിലോണിയൻസ് ആരൊക്കെ വന്നു അവനെ എല്ലാം കൈനീട്ടി സ്വീകരിക്കുകയും അവർക്കെല്ലാം പള്ളി കെട്ടാനും അമ്പലം കെട്ടാനും അവരുടെ മോസ്ക് കെട്ടാനും എല്ലാം അവസരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സംഘപരിവാർ അല്ലെങ്കിൽ ഈ ചില സംഘടനകൾ, സംഘപരിവാറിനെ അവർ ഭയക്കുന്നുണ്ട്. മറ്റ് ചില സംഘടനകൾ അല്ലെങ്കിൽ ചില ആൾക്കൂട്ടങ്ങൾ പശുവിൻ്റെ പേര് പറഞ്ഞ് ചിലരെ തല്ലിക്കൊല്ലുന്നു, ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവരുടെ ഭയം ഇരട്ടിയാക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്? അതിലൂടെ അവർ വീണ്ടും എങ്ങനെയാണ് വരുന്നത്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിൽ ഹിന്ദുയിസത്തിന് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് വന്നത്? ഹിന്ദു ഒരു സംസ്കാരം, കൾച്ചർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിന്നല്ലാതെ അതിന് എപ്പോഴാണ് പ്രാധാന്യം വന്നത്? ഷാബാനു കേസ് വന്നപ്പോഴല്ലേ. ഷാബാനു കേസിൽ ഷാബാനു കോടതിയിൽ പോയി ഭർത്താവിൻ്റെ 79 കണ്ട് അവരെ ഡൈവേഴ്സ് ചെയ്ത ഭർത്താവിൻ്റെ ജീവനാംശം കിട്ടണമെന്ന് പറഞ്ഞു. സുപ്രീം കോടതി 84 ആയപ്പോഴാണെന്ന് എൻ്റെ ഓർമ്മ, ശരിയെന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊടുത്തു. അതോടെ പിന്നെ ഇവിടെ പ്രശ്നമായി. ഉടനെ തന്നെ രാജീവ് ഗാന്ധി അതിന് പുതിയ നിയമം ഉണ്ടാക്കി കൊടുത്തു, അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട്. ശരിയത്ത് നിയമം കൊണ്ടുപോയി. വലിയൊരു പോരാട്ടമായിരുന്നു ഷാബാനുവിൻ്റെ പോരാട്ടം. ആ പോരാട്ടത്തെ നിഷ്പ്രഭമാക്കിയില്ലേ കോടതി പോലും. അവർക്കൊപ്പം നിന്നിട്ടും സിസ്റ്റം അവർക്കൊപ്പം നിന്നില്ല, നമ്മൾ നിയമം മാറ്റിക്കളഞ്ഞു. അപ്പോൾ അതിന് ബദലായിട്ട് എന്ത് ചെയ്ത് കൊടുത്തു? അപ്പോൾ പിന്നെ അതാണ് ഒരു ഹിന്ദു അവേക്കണിങ് ഉണ്ടായത്. അതായത് ഏറ്റവും ന്യായമായ ഇത്തരം കാര്യങ്ങൾക്ക് പോലും സർക്കാർ ഇങ്ങനെ ആനുകൂല്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ, ഈ ഫേവറിറ്റിസം കാണിച്ചുകൊണ്ടിരുന്നാൽ, ഈ മൃദുനയം കൊണ്ടുവന്നിരുന്നാൽ പിന്നെ ഈ രാജ്യത്ത് നമ്മളെങ്ങനെ ജീവിക്കുമെന്നൊരു ചിന്ത അവർക്ക് വന്നു. ആ സമയത്ത് ഉടനെ തന്നെ രാമജന്മഭൂമി അവിടെ കയറി ശിലാന്യാസം നടത്തിക്കുക. അവിടെ ഇതിന് പകരം ബദൽ ഇവിടെ ചോക്ലേറ്റ് കൊടുത്തു, അവിടെ നാരങ്ങ മിഠായി കൊടുത്തു. ഓക്കെ, പിന്നെ നാരങ്ങ മിഠായി മാറി, പിന്നെ ലഡുവും ജിലേബിയായിട്ട് അതിങ്ങനെ പോയി. പിന്നെ അത് ബാബറി മസ്ജിദായി, പിന്നെ അത് തകർക്കലായി, പ്രശ്നമായി. പിന്നെ അത് വേറെ രൂപത്തിലേക്ക് വന്നു. കേരളത്തിലും ഇതുപോലെയാണ്. നിങ്ങൾ നോക്കിയോ, നിലയ്ക്കൽ സംഭവം ഉണ്ടായത് എങ്ങനെയാണ്? 84 കാലഘട്ടങ്ങളിൽ, 82 വലിയ പ്രക്ഷോഭമായില്ലേ? ആ മഹാദേവ ക്ഷേത്രത്തിൽ നിലയ്ക്കൽ, അതായത് ശബരിമല എന്ന് പറയുന്നത് 18 പടികൾ, എന്താണ് 18 പൂങ്കാവനങ്ങൾ, 18 മലകൾ ചേർന്നതാണ് ഈ ശബരിമല. ഓക്കെ, അതിലൊരു മലയിലാണ് ഈ വിരിവെക്കുന്ന മഹാദേവ ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ആരോ കൊണ്ടുവന്നൊരു കല്ല് കുരിശ് കൊണ്ടുവച്ചു. എന്നിട്ട് ഇത് 52 AD 52 കുരിശാണെന്ന് പറഞ്ഞ് തുടങ്ങി. അതുകൊണ്ട് അവിടെ പള്ളി വേണമെന്നായി, ബഹളമായി. അന്ന് പിന്നെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ സമ്മതിച്ചു കൊടുത്തു. അത് കുഴപ്പമില്ല, അത് അവർക്ക് വേണമെങ്കിൽ ചെയ്യേണ്ടതെന്ന്. പിന്നെ തർക്കമായി, ബഹളമായി, സമരമായി. അപ്പോൾ പിന്നെ കരുണാകരൻ തന്നെ ചോദിക്കുകയാണ്, ഹിന്ദുക്കൾക്ക്, ഞാൻ ക്രിസ്ത്യാനികളോടൊക്കെ സംസാരിക്കാൻ എനിക്ക് ആളുണ്ട്, ഹിന്ദുക്കളോട് ആര് സംസാരിക്കാനുണ്ട്? ഹിന്ദുവിന് ആരുണ്ട് സംസാരിക്കാൻ? അവർക്ക് സഭയുണ്ട്, ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചു, അവർ പറഞ്ഞ് തർക്കം തീർന്നു, അവർ കൊടുത്തു. നിങ്ങൾക്ക് ആരുണ്ടെന്ന് കരുണാകരൻ തന്നെ ചോദിക്കുകയാണ്. കേരള മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ തന്നെ. അന്നാണ് ഹിന്ദുവിൽ വീണ്ടും ഒരു അവേക്കനിങ് ഉണ്ടായത്. അന്നാണ് ആദ്യമായിട്ട് ഹിന്ദു മുന്നണി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി തിരുവനന്തപുരത്ത് 84 ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് നമ്മുടെ കേരളവർമ്മയെ നിർത്തി തെങ്ങടയാളത്തിൽ വോട്ട് ചോദിച്ചത്. ഒരു കുഞ്ഞു പ്രതീക്ഷയില്ല കേരളവർമ്മ കെട്ടിവെച്ച കാശ് പിടിക്കുന്നു. 1,10,000 വോട്ട് പിടിച്ചു. കെട്ടിവെച്ച കാശും അതിനപ്പുറം കിട്ടി. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എവിടെ നിന്നാണ് വർഗീയത വരുന്നത്, എങ്ങനെയാണ് വർഗീയത വരുന്നത് നമ്മൾ ആലോചിക്കണം. അതെ, മനസ്സിലായി. പക്ഷേ അന്നൊന്നും അതിന് ഒരു വർഗീയതയുടെ മുഖമുണ്ടായിരുന്നില്ല എന്നാണ് അങ്ങ് പറയുന്നത്. അത് മുഖമുണ്ടാകുന്ന ഈ 2 കൈ കൂടിയാലേ പ്രശ്നമുള്ളൂ. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മോട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മോട്ടിച്ചെന്ന് പറയുന്നില്ല. അപ്പം നിങ്ങൾ കള്ളനല്ല, കാണാത്ത പോലെ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നു. ഇനി ചെയ്യല്ലേ, വീണ്ടും ഇനി ചെയ്യല്ലേ. ഇത് 10 പ്രാവശ്യം 20 പ്രാവശ്യം, അവസാനം ഞാൻ പിന്നെ കൊങ്ങി പിടിക്കുകയാണ്. കൊങ്ങി പിടിച്ച് ബഹളമായി അടിയായപ്പം അത് നിങ്ങൾ എന്നെ കള്ളനാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ അയ്യപ്പണിക്ക് സാറിൻ്റെ കവിത പറഞ്ഞ പോലെ ഒരു മോഷ്ടാവായവരെന്നെ കള്ളനാന്ന് വിളിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ്. നിങ്ങൾ എന്നെ വർഗീയവാദി എന്ന് വിളിച്ചില്ലേ? ഓക്കെ, അല്ല ഇപ്പോൾ വീണ്ടും നമ്മൾ വർത്തമാനകാല രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അങ്ങ് ഒന്ന് ചിന്തിച്ചു നോക്കുക. SNDP യോഗത്തിൻ്റെ തലപ്പത്തും NSSൻ്റെ തലപ്പത്തും ഇരിക്കുന്നവരുടെ ഐക്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ
പറയുന്നത് അദ്ദേഹം തൻ്റെ സമുദായത്തിന് അർഹമായത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ വർഗീയവാദിയാക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ചർച്ചകളിലെല്ലാം തന്നെ അദ്ദേഹത്തെ വളരെ ശക്തമായി ആക്രമിക്കുകയാണ്. അപ്പോൾ എല്ലാ വിഭാഗക്കാരും അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ വർഗീയവാദി എന്ന് പറഞ്ഞ് ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വെള്ളാപ്പള്ളി എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? വെള്ളാപ്പള്ളി നടേശന് ഒരു കുഴപ്പം വരില്ലായിരുന്നു. ഞങ്ങൾ ഈഴവരുടെ കാര്യം മാത്രം പറയുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ മുസ്ലിം ലീഗ്, ക്രിസ്ത്യാനി, പാഴ്സി, സിഖ് എല്ലാം അദ്ദേഹത്തിന് പൂമാലയിട്ട് സ്വീകരിച്ചേനെ. അദ്ദേഹം ഒരു അബദ്ധം കാണിച്ചു. അത് നായർ മുതൽ നായാടി വരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ ഒരുമിച്ച് നിർത്തണം എന്ന് പറഞ്ഞ് BDJS എന്നൊരു സാധനം ഉണ്ടാക്കി 2015 ഇറങ്ങിയതാണ് അദ്ദേഹത്തിന് കുഴപ്പമായത്. ഓക്കെ. അന്ന് മുതൽ അദ്ദേഹം പറയുന്നതെല്ലാം, അതിനു മുമ്പ് ഇദ്ദേഹം ഇതുപോലത്തെ വെടിക്കെട്ടുകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അന്നൊന്നും ആരും ഒന്നും മിണ്ടില്ല. പക്ഷേ അപ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മാത്രം വർഗീയതയാവുന്നു, മറ്റുള്ളവരൊക്കെ ഇതുവരെ ചെയ്തത് അത് തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല, അത് സമ്മതിക്കില്ല. അതല്ലേ ഞാനതല്ലേ പറഞ്ഞത്. എൻ്റെ പോക്കറ്റിൽ നിന്ന് ഓരോന്നിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പം ഞാൻ പ്രതികരിക്കുന്നില്ല. അപ്പോൾ അത് വർഗീയതയായിട്ട് വരില്ല. അല്ല, ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പം ഇത് പലർക്കും ബോധ്യമായി തുടങ്ങി. ഇത് അതിര് വിട്ടു പോകുന്നു, ഓരോ ഘട്ടമാകുമ്പോൾ ഇത് കടന്നു പോകുന്നു. നമ്മുടെ പിന്നെ ശബരിമലയുടെ പൂങ്കാവനം നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ട്രഷറിയിലെ സ്വത്ത് ഈ വിധത്തിൽ വിഘടിച്ചു പോകുന്നു. വനമേഖല ഓരോരുത്തരെ അടിച്ചുകൊണ്ട് പോകുന്നു. എല്ലായിടത്തും ക്ഷേത്രങ്ങൾ നശിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ തുലച്ചുകൊണ്ട് പോകുന്നു, അതിനെ മോട്ടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ പള്ളികളും മറ്റ് സാധനങ്ങളും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ജനം കാണുകയല്ലേ? അല്ല, എനിക്ക് തോന്നുന്നു ഇതിനാണ്, അതായത് ഒരു കാര്യം ഞാൻ പറയാം, എവിടെ നിങ്ങൾ വർഗീയത വളർന്നിട്ടുണ്ടോ അവിടെ ഒരു മിസ് റൂൾ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ. ദർ ഇസ് എ സ്പെസിഫിക് റീസൺ. ഇന്ത്യയിൽ രാജീവ് ഗാന്ധി ചെയ്ത ആ ഒരു വലിയ കുറ്റം അതൊരു മിസ് റൂളാണ്. ഒരു സ്ത്രീ എത്രയോ വർഷം പാടുപെട്ട് അവരുടെ ഭർത്താവിൻ്റെ ജീവനാംശം, അവർക്ക് ലൈഫ് ലോങ് പിന്നെ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറയുമ്പം അതിനെ തട്ടിമറിച്ചുകൊണ്ടൊരു നിയമം കൊണ്ടുവരിക എന്ന് പറയുമ്പം അതൊരു മിസ് റൂളാണ്. ആ മിസ് റൂള് എത്രത്തോളം മുസ്ലിങ്ങൾക്കും വേദന എടുത്തിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതൽ മറ്റ് വിഭാഗങ്ങൾക്ക് ഭയം ഉണ്ടാക്കി. കാരണം ഇത് ഇങ്ങനെ ചെയ്താൽ എന്താവും. ഈ വിധത്തിലുള്ള വളരെ ന്യായമായ ഒരു കാര്യത്തിന് പോലും അവർക്ക് വേണ്ടി പ്രീണന നയവും ഇതുപോലെ നിയമം തിരുത്തി കൊടുക്കുക. മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, രാജീവ് ഗാന്ധിക്ക്. അതുകൊണ്ട് നിയമം തിരുത്തി കൊടുക്കുകയാണ്. ഭരണഘടന വേണമെങ്കിലും മാറ്റി കൊടുത്തേനെന്ന്. ഓക്കെ. അപ്പം ഇത് ആളിൽ ഭയം ഉണ്ടാക്കി. ഇതാണ് 2 സീറ്റ് ഉണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് 80 സീറ്റ് കിട്ടാനും, പിന്നെ 120 ആക്കാനും, 140 ആക്കാനും, പിന്നെ 200 ആക്കാനും, ഭരണത്തിലെത്താനും, പിന്നെ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ മാറി ഇപ്പം പിടിച്ചാൽ കിട്ടാത്തൊരു ശക്തിയായിട്ട് അവർ വന്നില്ലേ. ഓക്കെ. ആ ഹിന്ദു അവേക്കണിങ് ഉണ്ടാക്കിയത് ആരാണ്? ആ അവേക്കണിങ് ഉണ്ടാക്കിയത് ഹിന്ദു അല്ല. ഹിന്ദു ചവിട്ട് കൊണ്ട് അവസാനം കിട്ടിയ ഒരു ശകല ഒരു തല പൊക്കിയതാണ്. നേരെ പൊക്കിയിട്ടില്ല. നേരെ പൊക്കിയാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഒളിഞ്ഞു കിടക്കുന്ന സത്യം. അല്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നു കൂടുതലായി. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പല സുഹൃത്തുക്കളെയും ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരും സമൂഹത്തിൻ്റെ പല തുറകളിൽപ്പെട്ടവരുമായിട്ടൊക്കെ തന്നെ ഒരു സാധാരണ സംഭാഷണത്തിനിടയിൽ പോലും അവരൊക്കെ പറയുന്നത് ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടായിരിക്കുന്നു എന്നാണ്. അപ്പോൾ എൻ്റെ ശ്രദ്ധ പോയത് പണ്ട് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചോദിച്ചതാണ്, ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ ആരോട് സംസാരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇത്തരത്തിലൊരു ചിന്തയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതൊരു അപകടകരമായ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് വന്ന വഴി ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ മെൻറ്റോയിൽ തുടങ്ങി പിന്നെ നമ്മുടെ ഇവിടുത്തെ മലപ്പുറം ജില്ല കൊടുത്തത് മുതൽ ഉള്ള കാര്യം വന്നത്. മലപ്പുറം ജില്ല കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, 2 ജില്ലയാക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ അതിങ്ങനെ 2 ജില്ലയിൽ നിന്നും പ്രത്യേകമായിട്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് ഗുണം കരുതുന്ന വിധത്തിൽ അങ്ങനെ വീഴ്ച കൊടുത്തത് എന്തിന്? അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് അവിടെ നിന്നും ഭൂരിപക്ഷം ഇപ്പം നമ്മൾ ചിലപ്പോൾ ഈ പിന്നെ മണ്ഡലം പുനഃക്രമീകരണം നടത്തൂലേ, വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഉണ്ട്, അവിടെ നിന്നും കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഇവിടെ നിന്നും അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മണ്ഡലം. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, അതുപോലെ ആയി പോകുന്നു. അത് അങ്ങനെ ചെയ്തതായിരിക്കുമോ? കാരണം അപ്പോൾ ഈ 3 ജില്ലകളുടെയും ഭാഗങ്ങൾ ഒരുപോലെ അവർ ഒരു സ്ഥലം പർട്ടിക്കുലർ ഏരിയ കവർ ചെയ്തെടുത്തതായി അങ്ങനെ കവർ ചെയ്യാൻ പാടില്ല. കാരണം അതിന്റെ പിന്നിൽ ഒരു മതത്തിന്റെ അതല്ലേ ഇത് മതേതരം എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നതാണ് ഈ പ്രശ്നം. മനസ്സിലായി. മതേതരം എന്ന് പറയുകയും ഒരു മതത്തിനൊരു ജില്ല കൊടുക്കുന്ന വിധത്തിൽ വരികയും ചെയ്യുമ്പം ഒരു ജില്ല എന്ന് പറഞ്ഞാൽ വലിയ അധികാരമാണെന്നേ. ഒരു കളക്ടറെ കിട്ടുകയാണ്. വെടിവെക്കാനുള്ള അധികാരം മാത്രമല്ല, അവിടുത്തെ സകല സ്വത്തുക്കളും പിന്നെ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം നിയന്ത്രിച്ചു പോകാനുള്ള ഒരു ബോഡി അവിടെ കിട്ടുകയാണ്.
മനസ്സിലായില്ലേ? 2 ജില്ലയാകുമ്പം ഇരട്ടി ഗുണമാണ്. അങ്ങനെ ഓരോ ജില്ല ഓരോ പിന്നെ മതക്കാർ കൊണ്ടുപോയാൽ പിന്നെ അവസാനം ഈ മതം പിന്നെ ഒരു രാഷ്ട്രവാദത്തിലേക്ക് വരും. ഇത് 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 ഒരു ക്യാൻസർ പോലെയാണ്. ഇത് പടർന്ന് പടർന്ന് വലുതായി വരുന്നു. ഇപ്പോൾ ഈ വി ഡി സതീശന് പറ്റുന്ന കുഴപ്പം അതാണ്. വി ഡി സതീശൻ പറയുന്നു മുസ്ലിം ലീഗ് വർഗീയത ഉള്ള പാർട്ടി അല്ല എന്ന് പറയുന്നു. വർഗീയത ഉള്ള പാർട്ടിയല്ല ആവണമെന്നില്ല, പക്ഷേ അതിനകത്തുനിന്ന് ചില എലിമെൻസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ്റെ പൂർവികർ ഇത് ചത്ത കുതിരയെന്ന് പറഞ്ഞത്? എന്തായാലും രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ ആളാണ് ജവഹർലാൽ നെഹ്റു എന്ന് അദ്ദേഹം സമ്മതിക്കുമല്ലോ, അതിൽ അദ്ദേഹം തർക്കിക്കുമല്ലോ. രാഹുൽ ഗാന്ധിയാണ് വലിയ ആൾ, നെഹ്റു മോശമാണെന്ന് അദ്ദേഹം പറയൂല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നെഹ്റു മുസ്ലിം ലീഗ് ചത്ത കുതിരയെന്ന് പറഞ്ഞു? എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി തലോടുന്നു? എന്തുകൊണ്ട് വി ഡി സതീശൻ തലോടുന്നു? അവർക്ക് വോട്ടുണ്ട്, വോട്ട് ബാങ്ക് ഉണ്ട്, അവിടെയാണ് പ്രശ്നം. മണ്ഡലങ്ങൾ ജയിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പം വോട്ട് പിടിക്കാനുള്ള എളുപ്പമാർഗം ഇതാണ്. മിസ്റൂൾ അല്ല, ഇടതുപക്ഷത്തിൻ്റെ ഭരണവിരുദ്ധ വികാരമല്ല, അതിനേക്കാളൊക്കെ ഹോട്ട് കേക്ക് എന്ന് പറയുന്നത് ഈ സാധനം ഇട്ടുകൊടുത്താൽ പെട്ടെന്ന് ഓരോ ജില്ലയായിട്ട് ഇങ്ങനെ നടന്നു പോരുകയാണ്. മലപ്പുറം ജില്ല പോരുന്നു, വയനാട് ജില്ല പോരുന്നു, ഇടുക്കി പോരുന്നു, പത്തനംതിട്ട പോരുന്നു, കോട്ടയം പോരുന്നു, എറണാകുളം പോരുന്നു, മൈനോറിറ്റി പ്രദേശങ്ങളെല്ലാം പോരുന്നു. ഇതാണ് സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു പോയി. ഈ കുടച്ചക്കരവും കുന്തവും കൂടെ കയറ്റി അങ്ങ് പറഞ്ഞപ്പോഴേക്കും അത് ഇച്ചിരി വഷളായി പോയി. അതുകൊണ്ടാണ് പറ്റിയത്. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ. അല്ല, ഇതിനിപ്പോൾ എന്താണ് ഒരു പരിഹാര മാർഗ്ഗമായിട്ട് നമുക്കിപ്പോൾ ഇത്തരത്തിലൊരു ചിന്തയും സംസാരവും ചർച്ചയും ഒക്കെ തന്നെ കേരളത്തിൽ നിലനിൽക്കുന്നത് ഭൂഷണമല്ല. നമുക്ക് വീണ്ടും ഭൂഷണമല്ല, ഇത് വലിയ കുഴപ്പമാണ്. കാരണം നമ്മൾ ഇവിടെ മൈനോറിറ്റി ഇല്ല, മെജോറിറ്റി ഇല്ല, 50-50 ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ അങ്ങനെ ഇവിടെ മൈനോറിറ്റി മൈനോറിറ്റി ഒന്നുമില്ല, 50-50 ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസം വേണമെങ്കിൽ കട്ടിച്ച് പറയാം. അതും എടുത്താലേ അറിയാവൂ, സെൻസസ് എടുത്താലേ അറിയാവൂ. 11 സെൻസസ് 2011 സെൻസസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. പുതിയത് എടുക്കുമ്പോൾ അറിയാം ഏതാണ്ട് 50-50 ആയിരിക്കും ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എന്ന് പറയും? രണ്ടും ഒരുപോലെ പറയണ്ടേ? ഈ വിധത്തിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അമർ അക്ബർ ആൻ്റണി സ്റ്റൈലിൽ പോകാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് നല്ലത്. അല്ല, ഇനിയിപ്പോൾ എൻ്റെ പക്ഷേ എൻ്റെ ഒരു ആശങ്ക ഇന്നിപ്പോൾ നമ്മൾ UDF, LDF, NDA എന്നീ മുന്നണികളുടെ പേരിലാണ് വോട്ട് അഭ്യർത്ഥിച്ച് ഓരോരുത്തർ വരുന്നത്. ഇനിയിപ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന ഓരോ ജാതി പേരുകൾക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് സ്ഥാനാർത്ഥികൾ എത്തുന്ന കാലം വിദൂരമല്ലാതാകുമോ എന്നൊരു ആശങ്കയാണ്. ഇപ്പോഴല്ലേ, പണ്ടേ ഉണ്ടല്ലോ, അത് പുറമേ പറയില്ലെന്നേ ഉള്ളൂ. രഹസ്യമായി ജോസഫ് ഇവിടെ മത്സരിക്കുന്നു, മുഹമ്മദ് ഇവിടെ മത്സരിക്കുന്നു, രാമൻ അവിടെ മത്സരിക്കുന്നു എന്ന് പറയുകയും ഇത് നമ്മുടെ കാതുകളിൽ അല്ലാതെ മന്ത്രിക്കല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ. അത് നിൽക്കുന്നത് നമ്മുടെ ആളാണ്. ജോസഫ് നമ്മുടെ ആൾ, മറ്റേത് നമ്മുടെ ആൾ, രാമൻ നമ്മുടെ ആൾ. അപ്പോൾ അത് ആ മന്ത്രം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? മതേതരത്വം പറയുന്നവർ 10-70 വർഷം ഭരിച്ചിട്ടും അവർക്ക് മതേതരത്വം നിലനിർത്താൻ കഴിയാത്തതുകൊണ്ടല്ലേ. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ. ആർട്ടിക്കിൾ 370 എടുത്ത് കളയാൻ കഴിയാത്തതുകൊണ്ടല്ലേ. പ്രത്യേക രാഷ്ട്രം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ സിഖുകാരൻ പറയുകയാണ് 82-ൽ കലാപം ഉണ്ടായില്ലേ, 84 കഴിഞ്ഞപ്പോൾ സിഖ് കലാപം. അത് കഴിഞ്ഞിട്ട് ഇവിടെ തമിഴന്മാർ കലാപം ഉണ്ടാക്കിയില്ലേ, പ്രത്യേക രാഷ്ട്രം. തമിഴ്നാടും ശ്രീലങ്കയുടെ ഒരു ഭാഗം കൂടെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക രാഷ്ട്രം. സൗത്ത് ഇന്ത്യ മുഴുവൻ കിട്ടുമെങ്കിലും കൊള്ളാം. കൂർക്കാലാൻഡ്. ഇത് ഈ വാദങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ടാണ്. ഇതെല്ലാം കമ്മ്യൂണലിസമാണ്. ഇതെല്ലാം മെൻറ്റോയുടെ വിത്ത് ഇങ്ങനെ ഓരോന്നായി മുളച്ച് ഇന്ത്യ വീണ്ടും പാർട്ടീഷനിലേക്ക് പോകുന്ന ഒരു സ്റ്റേജിലേക്ക് വരികയാണ്. അവിടെയാണ് അപകടം. അപ്പം ആരും പറയുന്നത് അങ്ങനെയല്ല, അങ്ങ് പറയല്ലേ, അത് തെറ്റാണെന്ന് പറയും. പക്ഷെ അല്ല, നമ്മൾ നോക്കൂ, ഓരോ സന്ദർഭത്തിലും ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സാക്ട്ലി. അതെ, 80-കൾക്ക് ശേഷം എത്ര വർഗീയ കലാപങ്ങളാണ് നടന്നിരിക്കുന്നത്. അത് എത്ര ബോംബും വെടിവെപ്പും നടന്നിരിക്കുന്നത്. അത് വെളിയിൽ നിന്നാണ് വന്നതെങ്കിലും തീവ്രവാദികൾക്ക് ഇവിടെ വേരുണ്ടായിരുന്നു. ഈ കോൺഗ്രസ് ഭരിക്കുമ്പോഴും BJP ഭരിക്കുമ്പോഴും എല്ലാം തീവ്രവാദികളുടെ പേര് ഇവിടുന്ന ഇവിടെ ഉള്ളവരാ. അപ്പോൾ അതാരാണ്? അവർ പാകിസ്ഥാൻകാരാണെന്ന് നമ്മൾ പറഞ്ഞു പോയാൽ തെറ്റുണ്ടോ? അപ്പോൾ ആ വേരുകൾ ഇപ്പോഴും നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പുറമെയാണ് വി ഡി സതീശൻ്റെ വർഗീയത എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എല്ലാത്തിനും ശരിയായി കളയും. വർഗീയത എന്ന് പറഞ്ഞ ഒരു സാധനം ഇവിടെ കേട്ടുപോകരുത്. അദ്ദേഹം അതിൽ നിന്നുകൊണ്ട് അതിൻ്റെ തോളി കയറിയിരുന്നാ പറയുന്നത്. അതാണ് ശ്രീ സുകുമാരൻ നായർ ചോദിച്ചത്. വർഗീയതയ്ക്കെതിരെ പറയുകയും ഇതിനുടെ യോഗത്തിൽ പോയി കാലുപിടിക്കുകയും ചെയ്യുക, സമുദായ ആൾക്കാരുടെ തിണ്ണ നിരങ്ങുന്നില്ല എന്ന് പറയുക, എന്നിട്ട് എൻ്റെ തന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞ തവണ ഒന്ന് നിരങ്ങിയെന്ന് പറയുക. ഇപ്പോഴൊക്കെയാണ് നമ്മൾ ഈ അച്യുതമേനോനെയും VS അച്യുതാനന്ദനെയും ഒക്കെ തീർച്ചയായിട്ടും ആരാധിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും
അല്ലേ? അവരൊക്കെയാണ് അത് വളരെ ഈവൻ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് ഈ 1987 ഈ പിന്നെ ഹിന്ദു മുന്നണി വന്ന് പിന്നെ ഇത്ര വോട്ട് പിടിച്ചപ്പോൾ തന്നെ EMS ലൈൻ മാറ്റി. പക്ഷെ പിന്നെയും മാർക്സിസ്റ്റുകാർ ഇത് പഠിച്ചില്ല. ഉടനെ ബദൽ രേഖ എന്ന് പറഞ്ഞ് വേറൊരു സാധനം കൊണ്ടുവന്നു. അത് ആദ്യം തച്ചുടച്ച് രാഘവനെ പുറത്താക്കിയിട്ട് പിന്നെ 96 മുതൽ വീണ്ടും ബദൽ രേഖയുടെ ആശയങ്ങൾ നടപ്പിലാക്കുക ചെയ്യുന്നത്. എനിക്കൊന്ന് അത് VS പറഞ്ഞ് അത് അപകടമാണ്, വേണ്ട. VS ആ ഒരു പിടിയിൽ വീണില്ല. പിടി വീണില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം നിരന്തരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. നിരന്തരം ഫൈറ്റ് ചെയ്തു. പക്ഷേ ഒരു VS-ന് ശേഷം കാരണവശാലും വർഗീയതയ്ക്ക് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. VS-ന് ശേഷം പക്ഷേ VS-ന് ശേഷം വിട്ടുപോയി. അത് പിന്നെ 16-ന് ശേഷം പിന്നെ അതങ്ങനെ മയപ്പെട്ടു പോയി. എന്തുകൊണ്ട് 2018 ഒരു വിധി കിട്ടിയപ്പോൾ ഉടനെ സ്ത്രീ പ്രവേശനം കൊണ്ടുവന്നു? സ്ത്രീ പ്രവേശനം കൊണ്ടുവന്നത് വേറെ ഒന്നിനുമല്ല. ഇവിടെ സ്ത്രീയുടെ ഒരു പുനരുദ്ധാനത്തിന് ഒരുത്തർക്കും താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റ് മതവിഭാഗങ്ങൾക്ക് ഒരു പ്രീണനം വരും, അങ്ങനെ വോട്ട് കൂടുതൽ കിട്ടും. അങ്ങനെ കിട്ടി. പക്ഷെ പിന്നീട് തേണ്ടിപ്പോയി. കാരണം ഇവിടെ ഇങ്ങനെ കിട്ടുമ്പോൾ മറ്റവൻ പേടിച്ചു, അപ്പോൾ അവരുടെ വോട്ട് പോയി. ഇപ്പം തിരിഞ്ഞായി. ഇപ്പം ആ പ്രീണനം വേണ്ട, തിരിച്ചാണ്. അല്ല, സ്ത്രീ പ്രവേശനത്തിന് ശേഷം അല്ലെങ്കിൽ ആചാര ലംഘനത്തിന് ശേഷം ശക്തമായ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചടിയിൽ നിന്നാണ് ഇപ്പോൾ ഈ പറയുന്നത് മുഴുവൻ. കുന്തവും കുടച്ചക്രവും വർഗീയതയും വന്നത് ഇപ്പോൾ അങ്ങനെയാണ്. ബാലൻ സഖാവ് പറഞ്ഞതും അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ സജി ചെറിയാൻ പറഞ്ഞതിൻ്റെയൊക്കെ പൊരുൾ മനസ്സിലാക്കുന്നത് എന്താണ്? കാലിലെ മണ്ണ് ഒലിച്ചു പോകുന്നു, ഇവിടെ പിടിച്ചു നിർത്തണം, എന്ത് ചെയ്യണം? ഇത് തമിഴ്നാട്ടിൽ ബംഗാളി പറ്റിയ പോലെ ആയി പോകുന്നു എന്നുള്ളതാണ്. മമതാ ബാനർജി ഈ പിന്നെ മുസ്ലിങ്ങളെ മുഴുവൻ കൊണ്ടുപോയി. അപ്പം പിന്നെ ഹിന്ദുക്കളാണുള്ളത്. അവനെ RSകാരനും BJP-കാരും കൂടെ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ അവിടെ കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ ജയിച്ചില്ല. എന്ന് ആലോചിച്ച് നോക്കി. 30 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് പോലും ഇല്ലാതെ വരുന്നൊരവസ്ഥ ബംഗാളിൽ. അത് ഇവിടെ വരുമോ എന്നുള്ള പേടിയാണ് ഇപ്പം ഇതെല്ലാം ഇങ്ങനെ പല കലത്തിലിട്ട് നവോത്ഥാന വർഗീയത ഇങ്ങനെ വേവിക്കുന്നത്. തീർച്ചയായിട്ടും. ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യം ആദ്യം ചോദിക്കാം. കേരളം എങ്ങോട്ട് എന്നും ചോദിക്കേണ്ടി വരികയാണ്. ഈ പ്രബുദ്ധ കേരളത്തിലെ നേതാക്കന്മാർ നടത്തിയ നെറികേടിൻ്റെ ഫലമായി നമ്മൾ കേരളീയർക്ക് പണ്ട് മെൻഡോസായിപ്പ് പാകിയ വിത്തിൻ്റെ അംശം ഇന്നും നിലനിൽക്കുകയാണ് ഭാരത മണ്ണിൽ. ഇങ്ങ് കേരളത്തിലുമുണ്ട്. ഇവിടെ പക്ഷേ അത് വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാണ്. അവരുടെ വോട്ട് വീർപ്പിക്കുവാനായി എത്ര നാൾ നിങ്ങളിങ്ങനെ വിഭജിച്ച് ഇത്തരത്തിലുള്ള തെണ്ടിത്തരം കാണിക്കും? കേരളത്തെ തമ്മിൽ തല്ലിച്ചില്ലാതാക്കുവാൻ നിങ്ങൾ നടത്തുന്ന ഈ നെറികേടിൻ്റെ നാടകം വർഗീയത എന്ന വലിയ വിഷം നമ്മുടെ നാട്ടിൽ വമിക്കുന്നതിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജാതിയുടെ പേര് പറഞ്ഞ് ഇനി തെരുവിൽ തല്ലുന്ന കാലം വിദൂരമല്ല. നിങ്ങളുടെ ഈ നെറികെട്ട രാഷ്ട്രീയ രീതി അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇത് പ്രബുദ്ധ കേരളമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്പർ 1 ആണെന്ന് അവകാശപ്പെട്ടിട്ട് കാര്യമില്ല. ആർജവം വേണം, സത്യസന്ധത വേണം, ജനങ്ങളോട് പ്രതിബദ്ധത വേണം. എങ്കിൽ മാത്രമേ നാട് നന്നാവുകയുള്ളൂ. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്ന അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.